പാലത്തിനോട് ചേർന്ന് മാലിന്യങ്ങൾ നിറഞ്ഞ ചാക്കുകൾ തള്ളുന്നത് പതിവാകുന്നു. കുറുമാലിപ്പുഴ മലിനീകരണത്തിന്റെ വക്കിൽ. മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വ്യാപകമായിട്ടാണ് കുറുമാലിപ്പുഴയുടെ ഓരം ചേർന്ന് തള്ളുന്നത്. മഴയെത്തിയാൽ പുഴ മാലിന്യമാവുന്നതോടെ പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാമെന്ന അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വേനൽ മഴ അടുത്ത് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഈ മാലിന്യ ചാക്കുകൾ മുഴുവനായിട്ടും നമ്മുടെ ഈ കുറുമാലിപ്പുഴയിലേക്ക് പോകും. ഈ കുറുമാലിപ്പുഴയെ ആശ്രയിച്ച് കുറേ കുടിവെള്ള സ്രോതസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് മലിനസമാവും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശക്തമായ നടപടി എടുക്കും വേണം. ഈ പുഴയുടെ തീരത്തുള്ള ഈ മാലിന്യം എത്രയും വേഗം നീക്കി ഈ പുഴയെ സംരക്ഷിക്കണമെന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ പുഴയിലേക്ക് തന്നെ ഇത് ഒഴുകിയെത്തും. ധാരാളം ആൾക്കാർ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ വരെ മാലിന്യം എത്തിച്ച് ഇവിടെ തള്ളുന്നതായി പരാതി ഉയരുന്നുണ്ട്. നിരന്തരം മാലിന്യങ്ങൾ നിക്ഷേപിച്ച് മാലിന്യ കൂമ്പാരമായിരിക്കുകയാണ് ഇവിടം. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തി അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രവീന്ദ്രനാഥ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന കുറുമാലിപ്പുഴയെ മലിനമാക്കുന്ന പ്രവൃത്തി തടയാൻ പ്രദേശത്ത് ഹൈമാസ്റ്റ് വിളക്കുകൾ, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്.